എയർ ഇന്ത്യയുടെ പേരിൽ നമ്മൾ പുലിവാല് പിടിച്ചിട്ടിരിക്കുകയാണ്. എയർ ഇന്ത്യക്കാരെ നമുക്കെതിരെ കേസ് ഫയൽ ചെയ്തായിരുന്നു. ഫ്രീ കോസ്റ്റിലാണ് ഇപ്പൊ ചെറിയ വെഡിങ് പരിപാടിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പകരം വേറെ എന്തെങ്കിലും ഹിഡൻ ചാർജ് എന്തെങ്കിലും വരുന്നുണ്ടോ? ഇല്ല, വേറെ ചാർജ് ഒന്നും. എല്ലായിടത്തും റിസോർട്ടുകൾ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ അതിൽ നിന്നൊരു വെറൈറ്റി ആയിട്ട് നമുക്കൊരു ഫ്ലൈറ്റ് മോഡൽ വില്ലയും കൂടെ ചെയ്യുകയാണ്, ഹണിമൂൺ കോട്ടയും കൂടെ ഒക്കെ ചെയ്യാം എന്നോർത്താണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ഏറ്റവും അടുത്തുള്ള ഡെസ്റ്റിനേഷൻ എന്തൊക്കെ? ഇവിടുത്തെ ഒരു പ്രത്യേകത പറഞ്ഞാൽ എല്ലാം മിഡിൽ പോയിന്റ് ആണ്. ഇപ്പൊ വാഗമൺ ആയാലും തേക്കടി ആയാലും രാമക്കൽമേട് ആയാലും ഇടുക്കി ആയാലും കായവരോണ്ട് ആയാലും എല്ലാം 30 to 45 മിനിറ്റ്സ് ജേണിയാണ്. ഹൈ റേഞ്ച് വില്ലാസിലെ അടിപൊളി കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഏകദേശം 12 മണിക്കൂറത്തെ യാത്ര ചെയ്തിട്ടാണ് ഞാൻ ഹൈ റേഞ്ച് വില്ലാസിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. എനിക്ക് ചാവക്കാട് നിന്ന് ഇങ്ങോട്ട് വരാൻ ഏകദേശം 5.5 മണിക്കൂറാണ് ഗൂഗിൾ കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ വന്നത് വാളറ വാട്ടർഫാൾസ് വഴിയാണ്. അതൊരു റോങ് വേ ആണ്, കാരണം വളരെ മോശം റോഡായിരുന്നു. മറ്റൊരു കാര്യം, നല്ല ട്രാഫിക്കും. അതേപോലെ തന്നെ മറ്റൊരു വഴിയും കൂടി ഉണ്ട് കേട്ടോ. അത് നല്ല റോഡാണ് വരുന്നത്, പക്ഷെ നല്ല കയറ്റിറക്കങ്ങളും അതുവഴി വരുമ്പോൾ വരുന്നുണ്ട്. ഇവിടുത്തെ വില്ലാസിനെ കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ 5 വില്ലാസാണ് ഇവർക്ക് ടോട്ടൽ വരുന്നത്. അതിൻ്റെ ഉള്ളിൽ തന്നെ 3 വില്ലാസ് 4 ബെഡ്റൂമാണ് വരുന്നത്. ബാക്കി 2 വില്ലാസിനാണെങ്കിൽ 6 ബെഡ്റൂമാണ് വരുന്നത്. ഒരു രക്ഷയില്ലാത്ത ആംബിയൻസും കാര്യങ്ങളൊക്കെ കേട്ടോ. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമും കാര്യങ്ങളാണ്. നമുക്കൊരു വില്ലൊക്കെ എടുത്തു കഴിഞ്ഞാൽ 15 മുതൽ 17 പേരൊക്കെ അടിപൊളിയായിട്ട് ഇതിൻ്റെ ഉള്ളിൽ സ്റ്റേ ചെയ്യാൻ പറ്റും. നല്ല സൗകര്യമുള്ള വില്ലാസാണ്. 2 ബെഡ്റൂം താഴെ വരുന്നുണ്ട്, അതേപോലെ തന്നെ മുകളിൽ 2 ബെഡ്റൂം വരുന്നുണ്ട്. മുകളിലെ ഓപ്പൺ ടെറസൊക്കെ അടിപൊളിയാണ്. ഞാനത് ഈ സമയത്ത് കാണിച്ചു തന്നിട്ട് കാര്യമില്ല, ഇത് രാത്രിയാണ് വ്യൂസ് ഒക്കെ എടുത്തിട്ടുള്ളത്. നമുക്കത് രാവിലത്തെ വ്യൂസിലൊക്കെ ഞാൻ അത് കാണിച്ചു തരാം കേട്ടോ. അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് നമുക്ക് ഇവിടെ വന്നിട്ട് കിട്ടിയത്. സ്റ്റേ ആണെങ്കിൽ പറയാനില്ല. ഞാനാണെന്നുണ്ടെങ്കിൽ അന്നേ ഒരുപാട് ലേറ്റായിട്ടാണ് കിടന്നിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് പോലും നല്ല ഉറക്കം കിട്ടുകയും ചെയ്ത് രാവിലെ എഴുന്നേൽക്കുകയും ചെയ്ത്. അപ്പോൾ ഞാൻ കരുതി എനിക്ക് മാത്രം കിട്ടിയതാണ്. എൻ്റെ ഒപ്പം വന്നിട്ടുള്ള 6 പേരുണ്ടായിരുന്നു ടോട്ടൽ. ഞങ്ങൾ 6 പേർക്കും ഒരേ ഫീൽ തന്നെയാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. പിന്നെ വരുന്നത് ബാത്റൂം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ബാത്റൂമൊക്കെ നല്ല നീറ്റായിട്ടുള്ള ബാത്റൂമാണ്. അതുമാത്രമല്ല ഹീറ്ററും സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഹീറ്റർ ഇല്ലാതെ ഇവിടെ പറ്റില്ല, കാരണം നല്ല തണുപ്പുള്ള ക്ലൈമറ്റാണ് ഇവിടെ മൊത്തത്തിൽ വരുന്നത്. ഈ കാണാൻ പോകുന്നതാണ് നമ്മുടെ ഡൈനിങ് ഏരിയ ആയിട്ട് വരുന്നത്. അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഒരു 6 പേർക്കൊക്കെ ഇരിക്കാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. ഇത് മുകളിലത്തെ ഭാഗം കേട്ടോ, സോഫ സെറ്റും കാര്യങ്ങളും. മുകളിലത്തെ റൂം ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാം. ഇത് രാത്രിയിൽ എടുത്തിട്ടുണ്ട്. ഞാൻ ഇവിടുത്തെ പുറത്തെ കാഴ്ചകൾ എനിക്ക് കാണിച്ചു തരുന്നുണ്ട്. ഞാൻ എന്തായാലും അത് രാവിലെ കാണിച്ചു തരാം കേട്ടോ. നല്ല രസമുള്ള കാഴ്ച. അതുമാത്രമല്ല നല്ല തണുത്ത കാറ്റും കൂടി കിട്ടുന്നൊരു ഏരിയയും കൂടിയാണത്. അപ്പോൾ മുകളിലെ റൂം കണ്ടില്ലേ, ഇത് ഞാൻ എൻ്റെ ഉമ്മാക്കാണ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഞാൻ താഴെ കേട്ടോ ഞാൻ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു. റൂമിന്റെ കാഴ്ചകളൊക്കെ ഞാൻ രാവിലത്തെ വീഡിയോസിൽ കാണിച്ചു തരാം കേട്ടോ. ഞങ്ങൾ നൈസായിട്ടൊന്ന് ഫുഡ് കഴിക്കാൻ പോവുകയാണ്. ഈ കാണുന്നതാണ് കേട്ടോ ഒരു ഓപ്പൺ സ്റ്റേജ് വരുന്നത്. ഇപ്പുറത്തെ സൈഡിൽ കാണുന്നത് ഒരു റെസ്റ്റോറൻറ്റ് കൂടിയാണ്. 2 മാസം ആർക്ക് വേണമെന്നുണ്ടെങ്കിലും എന്ത് ഈവെന്റ്സ് വേണമെന്നുണ്ടെങ്കിലും ഇവിടെ നടത്താം കേട്ടോ. വെഡ്ഡിങ് റിസപ്ഷനും അതേപോലെ തന്നെ ബർത്ത്ഡേ പാർട്ടിയും എല്ലാം നടത്താനുള്ള സൗകര്യം ഇവിടെ ഉണ്ട്. 2 മാസം ഫ്രീ ആയിട്ടാണ് ഇവർ ഒരു ഓഫർ കൊടുത്തിട്ടുള്ളത്. ആർക്ക് വേണമെങ്കിലും ഇവിടെ ഈവെന്റ്സും കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റും. ഇവരിത് തന്നെ ഫുഡ് ആപ്പും കാര്യങ്ങളും എല്ലാതും വരുന്നുണ്ട് കേട്ടോ. ഒരുപാട് വെറൈറ്റി ഐറ്റംസുകൾ വരുന്നുണ്ട് കേട്ടോ. ഇവിടെ ഫുഡ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഫ്രൈഡ് റൈസ്, അതുപോലെ തന്നെ ബിരിയാണി, പിന്നെ ചപ്പാത്തി, പിന്നെ ഇവരത് തന്നെ ചിക്കൻ സ്പെഷ്യലുകളൊക്കെ ഉണ്ട് ഹൈ റേഞ്ചിൻ്റെ. അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസുകളൊക്കെ ഞാനൊന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫുഡിങ്ങൊക്കെ കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് ഇറങ്ങി നേരെ പൂളിൻ്റെ അവിടേക്കാണ് പോയത്. പൂള് രാത്രി 10 മണി വരെ ഉണ്ടാവുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞാൽ അവർ ക്ലോസ് ചെയ്യും. ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഞാൻ രാവിലത്തെ ഇതിൽ കാണിച്ചു തരാം കേട്ടോ. ഇനി അതേപോലെ തന്നെ 2 പൂളാണ് കേട്ടോ അവർക്കുള്ളത്. ഇവിടെ ഒരു പൂളുണ്ട്, പിന്നെ നേരത്തെ കാണിച്ചു തന്ന പൂളുണ്ട്. അതിന് പുറമെ 3ാമതൊരു പൂളും കൂടിയും വരുന്നുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ഫ്ലൈറ്റിൻ്റെ റൺവേ ആയിട്ട് വരുന്നത്. ഇവിടുന്ന് അങ്ങോട്ടുള്ള കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിഡ്സിനുള്ളൊരു പ്ലേ ഏരിയ ആയിട്ടാണ്. ഇത് ബാക്കിൽ ഈ ഫ്ലൈറ്റിൻ്റെ എല്ലാ ഫ്ലൈറ്റിലും കാണുന്ന പോലെ ഒരു എക്സിറ്റ് ഡോറൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് വർക്കിംഗ് ഒന്നുമല്ല കേട്ടോ. ഇത് സത്യം പറഞ്ഞാൽ ഒരു ഹണിമൂൺ കോട്ടേജ് ആണ് കേട്ടോ. ഇത് കപ്പിൾസിന് വേണ്ടിയിട്ട് മാത്രം ഒരു സ്പെഷ്യലായിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ളതാണ്. ഇതിൻ്റെ ഉള്ളിൽ വിശേഷങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ നിന്ന് മുകളിൽ നിന്ന് കയറി നിന്ന് കഴിഞ്ഞാൽ കാണുന്ന കാഴ്ച ശരിക്കും പറഞ്ഞാൽ ഇതാണ്. നല്ല രസമല്ലേ ഇവിടുത്തെ ഒരു ആംബിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ക്ലൈമറ്റും എല്ലാം അടിപൊളിയാണ്, സൂപ്പറാണ് കേട്ടോ അവിടെ.
ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹൈ റേഞ്ച് വില്ലാസിലാണ് കേട്ടോ ഞാനുള്ളത്. വാഗമണ് തൊട്ടടുത്താണ് നമുക്കിവിടെ വരുന്നത്. നമുക്ക് ഇവിടെ ഒരു അടിപൊളി ഒരു കൺസെപ്റ്റ് കണ്ടു. അതായത് ഫ്ലൈറ്റിൽ റൂം സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് ആരാ ഐഡിയ സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഇങ്ങനെ ഒരു ഫ്ലൈറ്റ് കൺസെപ്റ്റിൽ റൂം കൊണ്ടുവരാന്ന് വിചാരിച്ചു, അതും എയർ ഇന്ത്യ എന്നുള്ള പേരില്. എയർ ഇന്ത്യയുടെ പേരിൽ നമ്മൾ പുലിവാരി പിടിച്ചിട്ടിരിക്കുകയാണ്. എന്ത് ഇത് എയർ ഇന്ത്യ എന്നുള്ള പേര് കൊടുത്തപ്പം എയർ ഇന്ത്യക്കാരെ നമുക്കെതിരെ കേസ് ഫയൽ ചെയ്തായിരുന്നു. അവരുടെ പേര് മായ്ക്കണവർ, അങ്ങനെയാണ് പേര് ഇപ്പം മായച്ചേക്കുന്നത്. ഇപ്പം ശരിക്കും നമുക്കതൊരു ബ്രാൻഡ് നെയിം ഒക്കെ ആയിട്ട് ഇടുമ്പോഴല്ലേ പ്രോബ്ലം വരുന്നുള്ളൂ. അവര് പറയുന്ന റീസൺ എന്ന് പറയുന്നത് അവരുടെ ഗസ്റ്റ് ഏതെങ്കിലും ഗസ്റ്റ് ഇവിടെ സ്റ്റേ ചെയ്തിട്ട് എന്തെങ്കിലും മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ പോലും എയർ ഇന്ത്യയുടെ പേര് കേസ് കൊടുക്കും എന്നും പറയണ വന്നേക്കുന്നത്. അങ്ങനെ അതെ അതെ. പിന്നെ നമ്മളിത് ഇപ്പൊ എല്ലായിടത്തും റിസോർട്ടുകൾ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ അതിൽ നിന്നൊരു വെറൈറ്റി ആയിട്ട് നമുക്കൊരു ഫ്ലൈറ്റ് മോഡലിൽ വില്ല കൂടെ ചെയ്യുകയാണ്, ഹണിമൂൺ കോട്ടയും കൂടെ ആക്കി ചെയ്യാം എന്നോർത്താണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ശരിക്കും ഇവിടെ 5 വില്ലാസാണ് ഞാൻ ഇപ്പൊ കണ്ടത്. ഈ 5 വില്ലാസ് എന്ന് പറയുമ്പോ 3 വില്ലാസിൽ 4 ബെഡ്റൂം എന്നാ പറഞ്ഞത്. അതെ, 4 ബെഡ്റൂമിന്റെ 3 വില്ല, 6 ബെഡ്റൂമിന്റെ 2 വില്ല. അതേപോലെ തന്നെ ഒരു ഓപ്പൺ ഏരിയ ഞാൻ അവിടെ കണ്ടിരുന്നു. ആ ഹോള് ശരിക്കും ആർക്ക് വേണ്ടിട്ട് ആ ഓപ്പൺ ഏരിയ കൊടുക്കുന്നത്? അത് ഡെസ്റ്റിനേഷൻ വെഡിങ്ങിന്റെ ഒരു കാലമാണല്ലോ. അതെ. അപ്പം അതിന്റെ അകത്ത് ഇപ്പോ വെഡിങ് ഒക്കെ ചെയ്യുന്നവർക്ക് നമ്മളിപ്പോ ഒരു ഓഫറിലാണ് ഇട്ടേക്കുന്നത്. വെഡിങ്ങോ അല്ലെങ്കിൽ എന്ത് ഫംഗ്ഷൻ വന്നാലും ഫ്രീ കോസ്റ്റിലാണ് നമ്മൾ ചെയ്യുന്നത്. ഫ്രീ കോസ്റ്റില് ഫ്രീ കോസ്റ്റിലാണ് ഇപ്പൊ ചെറിയ വെഡിങ് പരിപാടി ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പകരം വേറെ എന്തെങ്കിലും ഹിഡൻ ചാർജ് എന്തെങ്കിലും വരുന്നില്ല? വേറെ ചാർജ് ഒന്നുമില്ല, ഫുഡിന്റെ പേയ്മെന്റ് മാത്രമേ വരുന്നുള്ളൂ. ഏത് ഫുഡ് വേണമെങ്കിലും നമ്മൾ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ഓൺ കുക്ക് ആണോ പുറത്തുനിന്ന് ഫുഡ് അറേഞ്ച് ചെയ്യണോ? നമ്മൾ ഇവിടെ തന്നെ നമുക്ക് മെസ് ഉണ്ട്. മെസ് ഉണ്ട് അല്ലെ? എത്ര വർഷമായി ശരിക്കും ഇത് ഇവിടെ? ഇത് എത്ര ഏക്കറിലാണ് നിൽക്കുന്നത്? ഇത് 5 ഏക്കറിന്റെ 5 ഏക്കറിലാണ് അല്ലെ? 2 പൂള് കാണുന്നുണ്ട്. ഒന്ന് ഇൻഫിനിറ്റി പൂൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ ഇന്ന് വന്നിട്ട് എനിക്ക് കോട കിട്ടിയില്ല. അപ്പൊ കഴിഞ്ഞ ദിവസമൊക്കെ നല്ല കോട ഇരുന്ന പറഞ്ഞു. ശരിക്കും അവിടെ നിന്നിട്ടുള്ള വ്യൂ ഫോട്ടോ എടുക്കാനായാലും അതേപോലെ തന്നെ നമുക്ക് വീഡിയോ എടുക്കാനായാലും നല്ലൊരു ഔട്ടാണ് ഇപ്പൊ ഞാൻ എടുത്തു നോക്കിയപ്പോ കിട്ടിയത്. ഇത് ശരിക്കും എന്താ ഈ രണ്ടാമത്തോണ്ട് ഉദ്ദേശിച്ചത്? പൂളല്ല, വാട്ടർഫാൾസ് വിത്ത് പൂളാണ്. ഇതും പൂള് തന്നെയാണ്. അവിടെ ചെറിയ കുട്ടികൾക്കാഴ്ചയോളം ഇതിനോ അവിടെ സ്ലൈഡ് ഇവിടെ കാണുമ്പോ ചെറുത് ഇവിടെ കുട്ടികൾക്കുള്ള ഏരിയ വരുന്നത്. അങ്ങേ സൈഡ് 5 അടി താഴ്ചയോളം വരുന്ന. ഇതേപോലെ ഇപ്പുറത്തൊരു ഏരിയ കണ്ടത് എന്തിനു വേണ്ടിട്ട് ഡെവലപ്പ് ചെയ്ത് പൂള് ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നതാണ്. പുതിയ പൂള് ചെയ്തോണ്ടിരിക്കുന്നത് പ്രൈവറ്റ് പൂളായിട്ട് ചെയ്യാൻ വേണ്ടിട്ടാണ്. ക്യാമ്പ് ഫയറും കാര്യങ്ങളും ബാക്ക് സൈഡിലാണ് കാണിച്ചിട്ടുള്ളത് അല്ലെ? ഓക്കെ. ഇനി ഇതിന്റെ പേര് പുതിയതായിട്ട് എന്തെങ്കിലും കൺസെപ്റ്റ് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്? നമ്മള് ഹൈ റേഞ്ച് എയർലൈൻസ് അങ്ങനെ ഇടുന്നോളാം, പിന്നെ തലവേദന പിടിക്കുമല്ലോ. ഓക്കെ, താങ്ക് യു. സാറിന്റെ പേര് പറഞ്ഞു? രാജേഷ്. നാട് ഇവിടെ വരുന്നത്? ഇവിടെ അടുത്ത് ഒരു 3 കിലോമീറ്റർ. അതുകൊണ്ട് തന്നെ ഞങ്ങള് ഗസ്റ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ മാക്സിമം അവരെ നല്ല ഹോസ്പിറ്റാലിറ്റി കൊടുക്കാൻ സാധിക്കും. ഞങ്ങളുടെ റിവ്യൂ ഒക്കെ ഗൂഗിളിന്റെ അകത്ത് നോക്കിയാൽ മതി. നല്ല റിവ്യൂ. സത്യം പറഞ്ഞാല് ഞാൻ ഇന്നലെ ഇവിടെ എത്തുന്നത് ഉച്ചക്ക് 12 മണിക്ക് എത്തേണ്ടതായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഒന്ന് നമ്മുടെ നാട്ടിലത്തെ ട്രാഫിക്, 2 നമ്മുടെ നാട്ടിലത്തെ റോഡിന്റെ അവസ്ഥ, പിന്നെ ഗൂഗിൾ കുറച്ച് പണിയും തന്നു. അങ്ങനെ രാത്രി ഇവിടെ 7 മണിക്കാണ് തിരിച്ചെത്തിയത്. രാവിലെ 7 മണിക്ക് ചാവക്കാട് നിന്ന് പുറപ്പെട്ടിട്ടുണ്ടാവും. ഏകദേശം 12 മണിക്കൂറത്തെ ട്രാവലായിരുന്നു. സത്യം പറയാലോ, ഇന്നലത്തെ സ്റ്റേ ഇവിടെ വന്ന് കണ്ടപ്പോ നമ്മൾ മനസ്സിന് ഹാപ്പി ആയിരുന്നു. ഒന്ന് സ്റ്റേ നല്ല അടിപൊളിയായിട്ട് ഉറങ്ങാനും പറ്റി. ഉറക്കം ശരിയായില്ല എന്നുണ്ടെങ്കിൽ ഒരു മനുഷ്യന്റെ ചാവക്കാട് പക്ഷെ 5.5 മണിക്കൂർ കൊണ്ട് നമുക്ക്. അതെ, ഞാൻ മാപ്പ് ഇട്ടപ്പോൾ അങ്ങനെ കണ്ടത്. എവിടെയോ വെച്ച് എനിക്കൊന്ന് വഴി തെറ്റിണ്ടായിരുന്നു, അതൊന്ന്. പക്ഷെ പിന്നെ കിട്ടിയ റോഡുകൾ വളരെ മോശമായിരുന്നു. അപ്പൊ അങ്ങനെയാണ് ഇത്രയും ടൈം. നല്ല റോഡാണ്, നമുക്ക് ഹൈവേ തന്നെ വരും. ഇവിടുത്തെ ഏറ്റവും അടുത്തുള്ള ഡെസ്റ്റിനേഷൻ എന്തൊക്കെ? ഇവിടുത്തെ ഒരു പ്രത്യേകത പറഞ്ഞാൽ എല്ലാം മിഡിൽ പോയിന്റ് ആണ്. ഇപ്പൊ വാഗമൺ ആയാലും തേക്കടി ആയാലും രാമക്കൽമേട് ആയാലും ഇടുക്കി ആയാലും കായവരോണ്ട് ആയാലും എല്ലാം 30 to 45 മിനിറ്റ്സ് ജേണിയാണ് മാക്സിമം ജേണി. 18 കിലോമീറ്റർ 45 മിനിറ്റ് യാത്രയുള്ളൂ. ഏതോ പരുന്തുംപാറ ഇവിടുന്ന് 25 കിലോമീറ്റർ വരുന്നുണ്ടല്ലേ എല്ലാത്തിലും ഒരു ആക്സസ്? അതെ അതെ. രാമക്കൽമേട് വരുന്ന ഒരു 20 കിലോമീറ്റർ ആണ് രാമക്കൽമേട് വരുന്നത്. തേക്കടി 45 മിനിറ്റ് യാത്രയേ ഉള്ളൂ തേക്കടിയിലേക്ക്. ഇടുക്കി ഡാം ബോട്ടിംഗ് ഒക്കെ അതിന് പോണകൊണ്ടേലും 30 കിലോമീറ്റർ. എല്ലാം ഒരു 30 to 45 മിനിറ്റ്സ് ജേണി മാത്രമേ വരുന്നുള്ളൂ. പിന്നെ നമ്മുടെ ഇവിടുത്തെ പ്രത്യേകത പറഞ്ഞാല് ബാക്കി എല്ലായിടത്തും വില്ലകള് റൂമുകളായിട്ടാണ്. 1 2 റൂമുകളൊക്കെ കോട്ടേജുകളാണ്. നമ്മളിപ്പോ 6 ബെഡ്റൂമിന്റെ 4 ബെഡ്റൂമിന്റെ ആയതുകൊണ്ട് തന്നെ
നമുക്കൊരു ഫാമിലി വന്നു കഴിഞ്ഞാൽ ഒരു 18 പേര് ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ ഒരു വില്ലയ്ക്ക് തന്നെ സ്റ്റേ ചെയ്യാം. നല്ല സൗകര്യമുണ്ട്. കാരണം മുകളിലായാലും താഴായാലും അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. അത് ഈ അല്ല ഇവിടുത്തെ വില്ലാസ് എന്തോ ഒരു വ്യത്യാസമുള്ളൂ. മറ്റുള്ളൊക്കെ ഏകദേശം ഒരേ ലുക്കാണ്. അത് നമ്മളെ ഡെസ്റ്റിനേഷൻ വെഡിങ് ഒക്കെ വരുമ്പോഴത്തേക്കും പെണ്ണും ചെറുക്കനും വരുമ്പോ രണ്ട് ഒരു ഇത് വരണമല്ലോ, അതിനുവേണ്ടിയാണ് രണ്ട് വില്ല, ആ ഒരു വില്ല മാത്രം വേറൊരു മോഡൽ ആക്കിയിട്ടല്ലേ. ഓക്കെ, താങ്ക് യു. അപ്പൊ എന്തായാലും നമുക്ക് കാണാം. ഈ കാണുന്നതാണ് കേട്ടോ ഹൈ റേഞ്ചിന്റെ റിസപ്ഷൻ ഏരിയ. വുഡൻ ഫിനിഷോട് കൂടി വളരെ മനോഹരമായിട്ടാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ഔട്ട് സൈഡ് കാണാനും വളരെ മനോഹരമാണ്. ഞാൻ ഔട്ട് സൈഡും പുറത്തുനിന്ന് കാണിച്ചു തരാം. അതുപോലെ തന്നെ ഇന്നലെ ഞാൻ കാണിച്ച റൂമാണ് കേട്ടോ ഇത് നിങ്ങൾക്ക് ഇതിന്റെ ബാക്ക് സൈഡാണ്. എങ്ങനെയുണ്ട് ഇവിടുത്തെ വ്യൂ കാണാൻ? നല്ല രസമല്ലേ? നല്ല ക്ലൈമറ്റും നല്ല അതിശക്തമായ തണുത്ത കാറ്റ് ഇതിൻ്റെ ഉള്ളിലേക്ക് നല്ല പോലെ ഈ റൂമിലേക്ക് വരുന്നുണ്ട് കേട്ടോ. ഈ റൂമിൽ ഇരുന്നാൽ മാത്രമല്ല എല്ലാ റൂമിലേക്കും ഇതേപോലെ നല്ല തണുത്ത കാറ്റ് വീശുന്നൊരു ഇതാണ്. ഇത് മറ്റൊരു റൂമാണ്, ഓപ്പോസിറ്റ് സൈഡാണ് ഇത് വരുന്നത്. ഇവിടെ നിന്ന് നോക്കി കാണുമ്പോൾ കാണുന്നില്ലേ, അതാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ റിസപ്ഷൻ ഏരിയ. ഫുള്ള് ക്രിയേറ്റിവിറ്റീസോട് കൂടിയിട്ടാണ് ഇത് ഡെവലപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ബാക്ക് സൈഡിലെ കുറച്ച് കാഴ്ചകൾ കാണാനുണ്ട്. അതിന് മുൻപായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് കഴിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു ഞാൻ. ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി ആണ് കേട്ടോ. ഇതെല്ലാ സ്ഥലങ്ങളിലും കോമൺ ആയിട്ട് ഉണ്ടാകുന്നൊരു കാര്യമാണ് കോംപ്ലിമെൻ്ററി. ഫുഡൊക്കെ വളരെ ടേസ്റ്റി ഫുഡ് തന്നെ ആയിരുന്നു കേട്ടോ. അത് കാരണം ഞാൻ ചായയുടെ ഏരിയ ഒന്നും കാണിച്ചിട്ടില്ല. അവിടെ ചായ ഏരിയ ഉണ്ട്, ഞാൻ ചായ കുടിക്കുന്ന ഒരാളല്ല. പിന്നെ ഫ്രൂട്ട് സലാഡ് കാര്യങ്ങളും അതെല്ലാം അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഏരിയ കേട്ടോ ക്യാമ്പ് ഫയറും അതേപോലെ തന്നെ ബാർബിക്യും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുള്ളൊരു സ്പേസ്. ആ ഒരു ഭാഗം കാട് പിടിച്ച് കിടക്കുന്ന പോലെ എൻ്റെ ചുറ്റുവട്ടം. രാത്രി നല്ല തണുപ്പും നല്ല തണുത്ത കാറ്റുമാണ്. അവിടെ നിന്ന് നേരെ പോന്നു കഴിഞ്ഞാൽ ഇതാണ് ഒരു ബാക്ക് സൈഡായിട്ട് വരുന്നത്. ആ വില്ലകളതൊക്കെ ഒരു എൻഡിങ് ഏരിയ ആയിട്ട് കാണുന്നൊരു ഭാഗം കേട്ടോ. നല്ല രസമല്ലേ ഇവിടെ നിന്നുള്ള ഔട്ട് സൈഡിലേക്കുള്ള വ്യൂസും കാര്യങ്ങളൊക്കെ കാണാം. ജസ്റ്റ് നിങ്ങളിതൊന്ന് ആസ്വദിക്കും കേട്ടോ. ഇതാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന വില്ലകൾ. 5 വില്ലകളുണ്ടെന്ന് പറഞ്ഞു. അതിൽ 2 എണ്ണം 6 ബെഡ്റൂം ഉള്ളതാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബാക്കി 3 എണ്ണം 4 ബെഡ്റൂം ഉള്ളതാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊക്കെയാണ് അതിലത്തെ പുറത്തെ കാഴ്ചകളായിട്ട് വരുന്ന വില്ലകൾ. നല്ല രസമല്ലേ കാണാൻ? A piece of heaven on earth. If you don't believe me, go see for yourself. You're gonna love it. വാഗമൺ മൂന്നാറൊക്കെ പോകുന്ന ആളുകൾ ഈ ഒരു സ്പോട്ട് മിസ്സാക്കാൻ നിൽക്കണ്ട. ഫാമിലി ആയിട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സായിട്ടോ ഒരു വലിയൊരു ഗ്രൂപ്പായിട്ട് പോകുന്ന ആളുകൾക്ക് വെർത്തായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ബായ്, അടുത്ത വ്ളോഗിൽ കാണാം കേട്ടോ.